നവംബർ മാസം 12-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. ഓരോ പുതിയ ബുധനാഴ്ചകളിലും ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുവാൻ ദൈവം സഹായിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിലെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തോലനുമായി ബോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യരെഴുതപ്പെട്ട ദൈവവചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത് ക്രിയ ചെയ്ത് നമ്മളിൽ വിശ്വാസമായി പരിണമിക്കുന്നത്. അതിൻ്റെ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങളെ കൂട്ടിവരുത്തിയ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഇപ്പോൾ അവിടുത്തെ വചനം പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധം ഞങ്ങളെ പ്രബോധിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുവാനും കണ്ടെത്തിയവർക്ക് വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നവർ കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുവാനും ഇടയാക്കണമേ എന്ന് അടിയങ്ങളെപ്പിച്ചു. അങ്ങനെ നിത്യതയുടെ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ ലോക ജീവിതം സമാധാനവും സന്തോഷവും ആനന്ദകരവും അവിടുത്തെ പ്രസാദികമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് പ്രസാദിക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചു വരുന്നത് ദൈവം, നമ്മുടെ സൃഷ്ടാവ് നമ്മളിൽ എത്രയോ തൽപരനാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അവൻ എല്ലാവരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനം എത്തുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാവിൻ്റെ, നമ്മുടെ സൃഷ്ടാവിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് വെളിപ്പാടിനാൽ നൽകിയിരിക്കുകയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ സകല മനുഷ്യരും, ആദാമിൽ നിന്ന് ജനിച്ച സകലരും. ഔവ ആദാമിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണല്ലോ. അങ്ങനെ സകല മനുഷ്യജാതിയും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ആഗ്രഹിക്കും. അതാണ് ഇന്നത്തെ വിഷയം നാം പഠിക്കാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചത് നമ്മുടെ ദൈവം നമ്മളോട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന തൻ്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്ന നിലയിൽ പാപത്താൽ ന്യായവിധിക്ക് അകപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. അതിലൊരു ഉത്തരവാദിത്തമാണ് ദൈവത്തെ അന്വേഷിക്കുക, കണ്ടെത്തുക, വിശ്വസിക്കുക എന്നുള്ളത്. ഈ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന അതേ സംബന്ധിച്ച് നാം 2 പ്രധാനപ്പെട്ട വേദഭാഗങ്ങളാണ് വായിച്ചത്. ഒന്ന് അപ്പസ്തോല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ നിന്ന്, രണ്ടാമത് നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ
അവിടെ കർത്താവ് തന്നെ തന്നെ മലയിൽ പ്രസംഗത്തിൽ പറഞ്ഞ വിഷയമാണ് അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, ചോദിക്കുന്നവന് കിട്ടുന്നു എന്നുള്ള ആ വേദഭാഗം. മത്തായിയുടെ 7-ാം അധ്യായത്തിൻ്റെ അല്പം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യാചിപ്പിൻ, ഇത് കർത്താവായ യേശു ക്രിസ്തു മലയിലെ പ്രസംഗമാണ്. താൻ തൻ്റെ ശിഷ്യന്മാരോട് അവർ കൂടിയിരുന്ന അന്നത്തെ യഹൂദജനത്തോടും പറഞ്ഞ കാര്യങ്ങളാണ്. യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം കർത്താവ് യേശുക്രിസ്തു മലയിലെ പ്രസംഗമാണ്. മലയിലെ പ്രസംഗം അത് ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു വിഷയം. അതിനുവേണ്ടി മുന്നോടിയായിട്ട് അയച്ച ആളാണ് ഒരു ദിവ്യപുരുഷനായിരുന്നു സ്നാപക യോഹന്നാൻ. അപ്പോൾ അവിടുത്തെ വിഷയം ദൈവരാജ്യമായിരുന്നു. എന്നാൽ നമുക്കറിയാം ഈ യഹൂദജനം അവർക്ക് ദൈവരാജ്യം അവർക്ക് കൊടുക്കാൻ സന്നദ്ധനായ രാജാവ്, അവരുടെ മശിഹ വന്നുവെങ്കിലും അവർ ദൈവരാജ്യം തള്ളിക്കളഞ്ഞു, രാജാവിനെ ക്രൂശിച്ചു. ആയതിനാൽ ദൈവരാജ്യം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത് മാറ്റിവെച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള നമുക്ക് ഉത്തരം കാണാൻ തക്കവണ്ണം ഒരു വേദവാക്യമുള്ളത് അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി അവരുടെ മുന്നിൽ സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, ആ പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ അവരോട് യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവിടെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവനെ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഇത് സംഭവിച്ച കാര്യമാണ് ലൂക്കോസ് ഇത് ഒരു ചരിത്ര സത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷിക്കുക, കണ്ടെത്തുക, യാചിക്കുക, ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ദൈവരാജ്യം സംബന്ധിച്ച് അന്ന് വാസ്തവമായിരുന്നു. എന്നാൽ ഇന്ന് നാം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമല്ല. ഇന്ന് നാം ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ കണ്ടെത്തണം. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നാം മനസ്സിലാക്കി, നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അവ നമ്മുടെ വിശ്വാസ സത്യങ്ങളായി മാറേണ്ടത് ആവശ്യമാണ്. നമ്മൾ വിശ്വാസം എന്ന ഒരു വിശ്വാസ സംഹിതയുള്ള ഒരു വിശ്വാസത്തിലേക്ക്, ആ വിശ്വാസ സംഹിത തിരുവചനമാണ് അതിൻ്റെ പിന്നിലുള്ള ശക്തിയും ബലവും ദൈവം തന്നെയാണ്. അതിലേക്ക് നാം തിരിയേണ്ടത് നമ്മളെ സംബന്ധിച്ച ഉത്തരവാദിത്തമാണ്. ഇന്ന് നാം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമല്ല, ഇന്ന് നാം ദൈവത്തെ അന്വേഷിക്കണം, അവൻ്റെ പുത്രനെ അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതിന് നമ്മൾ കണ്ടെത്തിയ വേദഭാഗം അപ്പസ്തോല പ്രവൃത്തി 17-ാം അധ്യായമായിരുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായം അത് വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ പ്രസംഗം. അത്
അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ എന്ന് പറയുമ്പോൾ ദൈവമാണത്. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനുമല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവി വരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻവെള്ളി, കല്ല് എന്നിവയുടെ സദൃശം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിശ്ചയിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തമായി. നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം, വിശ്വസിക്കണം. ന്യായവിധിയിൽ നിന്ന് നാം രക്ഷപ്പെടണം എന്നുള്ള കാര്യങ്ങളെ നമുക്ക് ഉറപ്പായി പറയാൻ തക്കവണ്ണം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായമാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ഉദ്ധരിച്ചത്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാദിത്തം അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തുക. അതിനുവേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, അവൻ്റെ കൃപയിൽ അവൻ ചെയ്ത വലിയ കാര്യങ്ങൾ, സൃഷ്ടി, ദൈവവചനം, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം, തൻ്റെ പുത്രനെ അയച്ചത്, ഈ കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അത് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ഇനി ഏറ്റെടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. വ്യക്തിപരമായി ഞാൻ എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യണം. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിന് 31-ാം വാക്യം, അത് വിഷയം വളരെ ആപൽക്കരമായ വിഷയമാണ്. നാം അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല എങ്കിൽ ന്യായവിധി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് ആപൽക്കരമായ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവർത്തികളിൽ ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്ന ദൈവവചനമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മരിച്ചവരെ താൻ നിശ്ചയിച്ച പുരുഷൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇതൊരു ആപൽക്കരമായ ഒരു സന്ദേശമാണ്. ആയതിനാൽ യേശുക്രിസ്തു ലോകത്തെ ന്യായം വിധിക്കും. അതിനൊരു ദിവസം ദൈവം വച്ചിരിക്കുകയാണ്. ന്യായം വിധിക്കുമെന്നതിന് ഉറപ്പ് യേശുക്രിസ്തുവിൻ്റെ മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായ അപ്പോസ്തലന്മാരെ സുവിശേഷം ബലമേൽപ്പിച്ചു, സുവിശേഷത്തിനായ അപ്പോസ്തലന്മാരെ നിയോഗിച്ചു. ഇതാണ് അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഒന്ന്, നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം. ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം നൽകുന്നതനുസരിച്ച് നാം വിശ്വസിക്കണം. അത് അങ്ങനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദൈവം യേശുക്രിസ്തു വഴി ഒരു ദിവസം ലോകത്തെ ന്യായം വിധിക്കും. അതിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം, അതിൽ നമ്മൾ രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് പാപമുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണ്. ന്യായവിധിയിൽ നിന്ന് നമുക്ക് മോചനം ആവശ്യമാണ്. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളിലും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ആയതിനാൽ ഈ സുവിശേഷത്തിന് ബലമേൽപ്പിച്ചിരിക്കുന്നത് ഈ അപ്പോസ്തലന്മാർക്കാണ്. പൗലോസ് ഉൾപ്പെടെ. പൗലോസിന് കർത്താവ് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചു, അവനെ നിയോഗിച്ചു. ബാക്കി 11 പേരും ഇതിനെ ബലമേൽപ്പിച്ചവരാണ്. അപ്പം അങ്ങനെ ഈ യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി അപ്പോസ്തലന്മാരെ സുവിശേഷം ബലമേൽപ്പിച്ചു, സുവിശേഷത്തിനായി അപ്പോസ്തലന്മാരെ നിയോഗിച്ചു. ആയതിനാൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് മാനസാന്തരം, രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൽ വിശ്വാസം. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട വാക്യയുദ്ധമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ദൈവത്തിലേക്ക്
മാനസാന്തരം. അതുകൊണ്ടാണ് ഈ സമ്പ്രദായങ്ങളിൽ നമ്മൾ ജനിച്ച് സമ്പ്രദായങ്ങളിൽ ജീവിതം അതിൽ മരിക്കുന്നു, പിന്നെ ന്യായവിധിയിൽ അകപ്പെടും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ ജനിച്ചാലും, ആരുടെ ഏത് പ്രദേശത്ത് ജനിച്ചാലും, ആരുടെ മാതാപിതാക്കളെ ജനിച്ചാലും, ദൈവം നമ്മുടെ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ കണ്ടെത്തുക. അവൻ നമുക്ക് സമീപസ്ഥനാണോ എന്നുള്ളത് കൂടി ദൈവജനത്തിൽ നിന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മാനസാന്തരം, രക്ഷയ്ക്കായി യേശുവിൽ വിശ്വാസം, രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ന്യായവിധി സുനിശ്ചയം. ഇറ്റ് ഈസ് ഡെഫിനിറ്റ്. ന്യായവിധിയിൽ നിന്ന് മോചനം പൂർണ്ണ രക്ഷ തന്നെ. ന്യായവിധിയിൽ നിന്നുള്ള മോചനം പൂർണ്ണ രക്ഷ തന്നെ. ദൈവത്തെ കണ്ടെത്തിയവരിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു? ഒന്നാമതായി, ദൈവത്തെ ദൈവമായി മഹത്വീകരിക്കണം. നമ്മളതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചത്. ഈ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യർ, അതിൻ്റെ പിന്നിൽ നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്ന ആ പ്രക്രിയയിൽ ദൈവം തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദൈവം താൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ കണ്ടെത്തിയവർ ദൈവത്തെ ദൈവമായി തന്നെ മഹത്വീകരിക്കണം, ദൈവത്തിന് നന്ദി കാണിക്കണം. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നിന്ന് വായിച്ചത്. ഒന്നുകൂടി വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ നാം ബുദ്ധിക്ക് വെളിവായി വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. ദൈവസന്നിധിയിൽ നമ്മൾ ന്യായവിധിയിൽ അകപ്പെട്ടു, അങ്ങനെ വരാതിരിക്കട്ടെ. അവിടെ പ്രതിവാദത്തിന് അവസരമുണ്ട്, പക്ഷെ നമുക്ക് ഒരു പ്രതിവാദമില്ലാതിരിക്കാൻ തക്കവണ്ണം ദൈവം സകല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴേ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അന്ന് ന്യായവിധിയിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ അപ്പോൾ തീർത്തു തരും, അത് വേറെ വിഷയം. എന്നാൽ നമുക്ക് നോ ഡിഫെൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. അത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവന് ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വെറുതെയായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പം നമ്മൾ ദൈവത്തെ അറിയുക, അന്വേഷിക്കുക, കണ്ടെത്തുക, അവനെ ദൈവമായി മഹത്വീകരിക്കുക, അവന് നന്ദി കാണിക്കുക. അങ്ങനെ ചെയ്യാത്തൊരു ജീവിതമാണ് എങ്കിൽ അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ സ്വന്തം നിരൂപണങ്ങളിൽ വ്യർത്ഥരായ മനുഷ്യരാണ്, ഹൃദയം ഇരുണ്ട മനുഷ്യരാണ് എന്ന് ദൈവവചനം പറയുന്നു. ഇന്നത്തെ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ 1 തിമോത്തി 2-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് ഇന്നത്തെ വിഷയം നമുക്ക്. അപ്പോൾ അങ്ങനെ ഓരോ ആഴ്ചകളിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. നല്ല കാര്യമാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. നമ്മുടെ ജീവിതം അങ്ങനെ ഈ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു സമർപ്പണമായി അത് തീരുവാനായിട്ട് ഇടയാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 3-4 വാക്യങ്ങൾ അത് നമ്മുടെ ദൈവമായ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇവിടെ ആണ് എന്നെപ്പോലുള്ള പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്. ഇവിടെ പറഞ്ഞ അത് നമ്മുടെ രക്ഷിതായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. ഇതിന് ഗ്രീക്ക് പദത്തിലും ഒരു തർജ്ജമ ഇംഗ്ലീഷിൽ നോക്കി ദിസ് എന്ന് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അത് എന്നാണ്. അപ്പോൾ ഇത് അത് എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതം സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ വിഷയമായിട്ടാണ് പറയുന്നത്. എന്നാൽ 2-ാം വാക്യത്തിൻ്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ ആശയം പൂർണ്ണമാകുകയാണ്. എന്നിട്ട് പറയുകയാണ് ദിസ് ടൗട്ടോസ് എന്നുള്ളൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പരിഭാഷ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തിയോളജി അനുസരിച്ച് നമ്മളുടെ തെറ്റായ അബദ്ധധാരണകളുടെ മേൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ വേദശാസ്ത്രം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പലപ്പോഴും പരിഭാഷപ്പെടുന്നത്. ഇവിടെ നമുക്കറിയാം സകല മനുഷ്യർക്കും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്ന് വിശ്വസിക്കാത്തവരുണ്ട്.
പല സഭകളും അങ്ങനെയാണ്. ദൈവം ചിലരെ രക്ഷയ്ക്കായും ചിലരെ നാശത്തിനായും ജനിപ്പിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വിഷയങ്ങളിലൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു വേണം അവർ തർജ്ജമ ചെയ്യാൻ. കാരണം ശരിയായിട്ട് തർജ്ജമ നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നമായി. എനിവേ, ഇങ്ങനെയുള്ള ചില പരിഭാഷയുടെ പ്രശ്നങ്ങൾ നമ്മുടെ മലയാള പരിഭാഷകളിലുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇവിടെ നിർത്തുകയാണ്. ഇവിടെ എന്നാൽ അത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയെക്കുറിച്ച് പറയുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തൻ്റെ ഇച്ഛ, അത് ദൈവത്തിൻ്റെ ഡയറക്റ്റീവിലാണത് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുകയാണ്, ഇച്ഛിക്കുന്നു എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഇച്ഛയാണ്. എല്ലാ മനുഷ്യരും, സകല മനുഷ്യരും, അവൻ സകല മനുഷ്യൻ രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അത് ശക്തമായ ഒരു ഭാഷ തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടി നാം കാണുകയാണ്. അതിനുള്ള കാരണങ്ങളും പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് നമ്മൾ മലയാള പരിഭാഷ പലപ്പോഴും വായിക്കുമ്പോൾ ഇത് മൂലഭാഷ അത് യവന ഭാഷയാണ്. അപ്പോൾ യവന ഭാഷയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ, ആ ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു കാരണം, ചില കാരണങ്ങൾ കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് എന്നെപ്പോലുള്ളവരുടെ അല്പമായ വെരി സ്മോൾ ഗ്രീക്ക് നോളജ് അതിന് ഗുണകരമാണ്. എന്നാൽ മഹാപണ്ഡിതന്മാർ, ഇതിനുവേണ്ടി ജീവിതം ചിലവഴിച്ച ഭക്തന്മാർ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണ്ടെത്തലുകൾ ഇതിലും അപാരമായ കണ്ടെത്തലുകൾ തന്നെയാണ്. ഇവിടെ നമ്മളോട് ആഗ്രഹിക്കുന്ന, ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവർ ആഗ്രഹിക്കുന്ന അവരുടെ ആഗ്രഹം, അവർ രക്ഷ പ്രാപിക്കണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം, രക്ഷ പ്രാപിക്കുവാനും, അല്ലേ? അങ്ങനെയല്ലേ പരിഭാഷപ്പെടുത്തി, രക്ഷ പ്രാപിപ്പാനും. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. രണ്ടാമത്, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഈ ഉത്തരവാദിത്തത്തിന് കാരണവും ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 1 തിമോത്തി 2-ാം അധ്യായത്തിന് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കാം. ദൈവം ഒരുവനല്ലോ. അതിന് കാരണം എന്താണ്? ദൈവം എല്ലാവരും രക്ഷ പ്രാപിക്കുവാനും എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തോലനുമായി ബോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്, സുവിശേഷം ഏൽപ്പിച്ചത്, ദൈവിക സത്യങ്ങൾ ഏൽപ്പിച്ചത് അപ്പസ്തോലന്മാരെയാണ്. അവരത് പ്രസംഗിച്ചു, പലരും മാനസാന്തരപ്പെട്ടു, ദൈവത്തിലേക്ക് തിരിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചു, ഒരു സ്വർഗത്തിൻ്റെ അവകാശികളെ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അതാണ് സംഭവിക്കുന്നത്. ഈ കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും ദൈവം ഉദ്ദേശിച്ച ആൾക്കാരും അത് എഴുതി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ അത് പഠിച്ച്, ഈ അപ്പസ്തോലിക ഉപദേശങ്ങൾ പഠിച്ച് അത് പഠിപ്പിക്കുന്നവനാണ്. എന്നാൽ ആ പഠിപ്പിക്കുന്നൊരു അധികാരമോ? അത് അപ്പസ്തോലന്മാർ പറഞ്ഞ സത്യങ്ങളാണ്. അത് ദൈവവചനത്തിൽ എഴുതി സൂക്ഷിക്കപ്പെട്ട വചനമായിരിക്കുകയാണ്. അവിടെയാണ് അതിൻ്റെ അധികാരം നിലനിൽക്കുന്നത്. ഞാൻ അതിനെ വീണ്ടും ഓർപ്പിക്കുക മാത്രമാണ് നിങ്ങളെ ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ദൈവം എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നു? ഒന്ന്, ദൈവം ഒരുവൻ, മധ്യസ്ഥൻ ഒരുവൻ, അത് മനുഷ്യനായ യേശുവാണ്, യേശു ക്രിസ്തു. അപ്പോൾ ആ വ്യക്തി, ആ മനുഷ്യൻ യേശു ക്രിസ്തു എന്നാണ് പൂർണ്ണമായിട്ട് അവനെ കുറിച്ച് വേദവസം പറയുന്നത്. അവൻ യേശുവും ക്രിസ്തുവും ഒരു വ്യക്തിയിലാണ്. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് വായിക്കും, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി പാപക്ഷമിക്കാതെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു വിഷയമാണ്. ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
ഇത് ലളിതമായി തള്ളിക്കളയേണ്ട. അത് വിൻസെൻ്റ് തോമസ് പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ വേദവസം വായിച്ചു നോക്കുക. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ദൈവവചന വാക്യങ്ങൾ ദൈവവചനത്തിൽ വായിച്ച് കേൾപ്പിക്കുകയാണ്. അത് പരിഭാഷയിലുള്ള പോരായ്മകൾ തിരുത്തി തരികയാണ്. നിങ്ങൾ തന്നെ ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് തന്നെയാണ്. എൻ്റെ രക്ഷ എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ദൈവൻ കൃപയാൽ ദാനമായി നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരമെന്നോ പരിശോധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ന്യായവിധിയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് പ്രതിവാദമില്ലല്ലോ. ദൈവത്തോടൊരു ഡിഫൻസ്, അയ്യോ എനിക്ക് അറിയാതെ പോയി, എനിക്ക് സമയം കിട്ടിയില്ല, അതിനൊന്നും അവിടെ അവസരം കിട്ടത്തില്ല. ആ അവസരങ്ങളിൽ ഇപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ 24 മണിക്കൂർ ഒരല്പസമയമെങ്കിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനം വായിക്കാനും അത് ഗ്രഹിക്കുവാനുമുള്ള ഒരു പ്രാർത്ഥനാ മനോഭാവം, സത്യം അറിയാനുള്ളൊരു ആഗ്രഹം, രക്ഷ പ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് അത് നമ്മൾ ചെയ്യണം എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ശ്രീ കൃപയാലുവാണ്, കരുണാമയനാണ് എന്നോർത്തുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് അപ്രകാരം ചെയ്യുക. നിന്നെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനെ നമുക്ക് വിശ്വസിക്കുവാൻ, ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവമേ ഞങ്ങളെ കരുണ കാണിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ പറഞ്ഞയക്കണമേ. നിൻ്റെ പുത്രൻ്റെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കുമാറാകണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നമുക്ക് തുടരാം.